ஐயா அக்கா காயில அக்கா ஈ போட்டுருச்சு அப்புறம் நாய் உனிட்டா கடிக்க போகுது. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പിങ്കി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു യാത്രയാണ്. ഞങ്ങൾ എല്ലാ ഫാമിലി അടക്കം ഒരു യാത്ര പോവുകയാണ്. ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചത്. അപ്പൊ നമ്മുടെ തെന്നിന്ത്യൻ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ മനോഹരമായ കോയമ്പത്തൂരിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ടൂർ എന്ന് വെറുതെ പറയാം, ശരിക്കും പറഞ്ഞ ടൂറല്ല. അവിടെ ഒരു കസിന്റെ വീട്ടിലേക്ക് പോവാണ്. കസിൻ എന്ന് വെച്ചാൽ വെല്ലിമയുടെ വീട്ടിലേക്കാണ് പോണത്. കുറെ വർഷമായി അവിടേക്ക് ഞാൻ പോയിട്ട്, ഒരുപക്ഷെ 10-12 വർഷത്തോളമായി ഞങ്ങൾ അവിടേക്ക് പോയിട്ട്. എല്ലാ പ്രാവശ്യം പോണം വെക്കേഷന് പോണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ സാധിക്കില്ല. കാരണം ഇത്ര ദൂരം ആയതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റായി പോവാനായിട്ട് അപ്പോഴേക്ക് എന്തൊക്കെയോ ഓരോരോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നീട്ടി കൊണ്ടുപോയി ഇപ്പൊ 10 വർഷത്തോളം. അവരിങ്ങോട്ടൊക്കെ വരാറുണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോല് കുറച്ച് കുറവാണ്. അപ്പൊ ഇപ്പൊ എന്തായാലും വെല്ലിമനെയും വെല്ലിശനൊക്കെ കാണാൻ എല്ലാവരും ഫാമിലി ആയിട്ട് ഒരു ദിവസം ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. അപ്പൊ ഒരു വൈകുന്നേരം ഒരു 5 കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പോയത്. അപ്പൊ നല്ല ഒരു പാട്ടും പിന്നെ കുടുംബത്തോടെ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 2 പ്രധാന സ്ഥലങ്ങളാണ് മരുതമലൈ മുരുകൻ ക്ഷേത്രം, പിന്നെ നമ്മുടെ ആദിയോഗി ശിവപ്രതിമ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഈ ആദിയോഗി ശിവപ്രതിമ പറ്റിയെങ്കിൽ കാണാൻ പോവാമെന്നൊരു പ്ലാനിങ് ഉണ്ട്, ഉറപ്പില്ല. അപ്പൊ ഞങ്ങൾ നേരം ഇരുട്ടിക്കഴിഞ്ഞു. കേരളം കടന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. തമിഴ്നാട് ബോർഡർ കടന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ ടോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിർത്തിയും, പിന്നെ കുറെ നല്ലോണം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ വഴിയിൽ. അല്ലെങ്കിൽ ഒക്കെ ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തേണ്ടതാ. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു 4 മണിക്കൂറോളം നീണ്ടു നിന്നു. കാരണം നിർത്തിയും വണ്ടി സ്ലോവും നിർത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ടോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയപ്പോ ഒരു നേരം രാത്രി ഇരുട്ടായി. ഇനി എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഒരു 9:30-10 മണി ഏകദേശം അത്രത്തോളം ആവുന്ന ഉറപ്പാണ്. രാത്രി ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, വലിയ ലോറികളും കാര്യങ്ങളും കുറേ ഉണ്ട് വഴിയിൽ. റോഡിൽ നിറച്ച് വലിയ ലോറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ടായി. അവിടെ എത്തുമ്പോൾ എന്തായാലും പാതിരാത്രി ആവുന്ന ഉറപ്പാണ്. അപ്പൊ എന്തായാലും ബാത്റൂമിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് നല്ലോണം മുട്ടുണ്ട്. അപ്പൊ എന്തായാലും പെട്രോൾ പമ്പിലാണ് നമ്മൾ ഇങ്ങനെയുള്ള നല്ല ദീർഘയാത്രയൊക്കെ പോകുമ്പോൾ പെട്രോൾ പമ്പാണ്, പബ്ലിക്കായിട്ട് പെട്രോൾ പമ്പിൽ നമുക്ക് ബാത്റൂമിലൊക്കെ പോകാനുള്ള സൗകര്യം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഞങ്ങൾ പണ്ട് സ്കൂൾ ടൂറൊക്കെ പോകുമ്പോൾ പെട്രോൾ പമ്പിലാണ് 1ഉം 2ഉം ഒക്കെ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പ് തന്നെ നടക്കണം ഞങ്ങള്. പിന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ, കാരണം ഞങ്ങൾ 5 മണിക്ക് പുറപ്പെട്ടതാണ്. ഒരു ചായ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് നല്ലോണം തോന്നുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഛർദില് ഒരു സ്വഭാവമാണ്. എനിക്കിങ്ങനെ ദൂരയാത്രയൊന്നും ഒരിക്കലും പറ്റില്ല. ഞാൻ അതിനു മുമ്പ് ഗുളിക കഴിക്കും. ട്രാവലിങ്ങിന്റെ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് അരമണിക്കൂർ മുമ്പ് വണ്ടിയിൽ കയറാം. എന്നാലേ ഞാൻ ഓക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പാണ് ഞാൻ ഛർദിക്കുമെന്ന്. എനിക്ക് ഒട്ടും പറ്റില്ല. ഛർദിക്കൽ മാത്രമല്ല, ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. അപ്പൊ അതിനു മുമ്പ് ഈ ഗുളിക കഴിച്ചുകൊണ്ട് ഞാൻ വേറെ അത്യാവശ്യം ഫുഡോ കാര്യങ്ങളൊന്നും കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ നല്ലൊരു വിശപ്പൊക്കെ വരുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും ഒന്ന് കഴിക്കാം. പിന്നെ അവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് ഞങ്ങളെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ വൈകുന്നു ഞങ്ങളും വിചാരിച്ചില്ല, അവരും വിചാരിച്ചിട്ടില്ല. ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് എന്തായാലും ഫുഡ് കഴിക്കുള്ളൂ. അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് വയറൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും നിർത്തി കഴിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളൊരു പെട്രോൾ പമ്പിന്റെ മുമ്പിൽ വണ്ടിയൊക്കെ നിർത്തി ബാത്റൂമിലേക്ക് പോകേണ്ടവരൊക്കെ ബാത്റൂമിൽ പോയി ഇരിക്കണം. നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റൊക്കെ വീശി നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. വേഗം വീട്ടിലെത്തണതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒന്നും കൂടി കാറ്റും മഴയൊക്കെ ആയാൽ വീണ്ടും വൈകും അവിടെ എത്താനായിട്ട്. അതിനു മുമ്പ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു കട, അത്യാവശ്യം കുഴപ്പമില്ല കടയിൽ കയറിയിട്ട് അത്യാവശ്യം ഒരു കൂൾ ഡ്രിങ്ക്സും പിന്നെ അവിടുത്തെ സമൂസ, നല്ല രസമുള്ള അവിടെ കിട്ടുന്ന ഒരു പ്രത്യേകതരം ടേസ്റ്റുള്ള ഒരു സമൂസ കഴിച്ചു. സമൂസ കുറച്ച് വാങ്ങിച്ച് കുറച്ച് ചിപ്സും കഴിച്ച് വയറൊരു വിധം
സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ പുറപ്പെട്ടു. അത് കഴിഞ്ഞ് ഇനി നേരെ ഞാൻ അവിടെയാണ് കാണാൻ പോണത്. അപ്പൊ രാത്രി ആയതുകൊണ്ട് രാത്രിയിലത്തെ ഒരു വീഡിയോയും എടുക്കാൻ പറ്റില്ല, കാരണം നല്ല ക്ഷീണമുണ്ട്. പോയി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നാളെ പരിപാടി കാണാം. ഇന്നലെ രാത്രി വന്നപ്പോ പുറത്തൊന്നും ചുറ്റാനൊന്നും പറ്റില്ല, കാരണം വന്നപ്പോ രാത്രി 10-10:30 കൂടിയാണ് ഇവിടെ എത്തിയത്. അപ്പൊ പിള്ളേര് സെറ്റൊക്കെ കണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടു ഉറക്കിപ്പിച്ചല്ലോ. എല്ലാവരും അങ്ങനെ അങ്ങോട്ട് പോയി കിടന്നു ഭക്ഷണം കഴിച്ചിട്ട്. ഇപ്പോഴാണ് കാലത്താണ് എല്ലാവരും ഒന്ന് കൂടുന്നത്. അപ്പൊ പിള്ളേർക്ക് തമ്മിൽ ഭാഷകൾ പ്രശ്നമായതുകൊണ്ട് പരസ്പരം മിണ്ടലും കാര്യങ്ങളില്ല. അപ്പൊ ഫോണില് ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. ഫുഡ് അടിക്കുന്നതിനേക്കാൾ മുമ്പാണ് ഞങ്ങളൊന്ന് സവാരിക്ക് പോവാന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു മോർണിംഗ് വാക്ക്. അപ്പൊ ഇതാണ് ഇവിടുത്തെ രാജു, നല്ലൊരു ഇണക്കമുള്ള പട്ടിയാണ്. എപ്പോഴും നല്ല ആള്. കാണുമ്പോഴേക്കും ഇന്നലെ രാത്രി വന്നപ്പോ കണ്ടപ്പോ ഭയങ്കര വാലാട്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ആൾക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇവിടെ വരുന്നവരും ഇവിടെ ഉള്ള എല്ലാ പട്ടികളും അങ്ങനെ കാണുമ്പോഴേക്കും വാലാട്ടി ഇങ്ങനെ നമ്മുടെ കൂടെ നിൽക്കും. ഇവിടെ 2 മെയിൻ പട്ടികൾ മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വരുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് വാക്കിങ്ങിന് പോവാണ്. കുറേ വർഷമായി ഇവിടേക്ക് വന്നിട്ട്. ആദ്യമൊക്കെ ഇവിടേക്ക് വരുമ്പോ ഈ ഈവനിങ് ഒക്കെ വാക്കിങ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അധികം വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലൈമറ്റാണ്, നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടാവും ഇവിടെ. ഇങ്ങനെ അങ്ങോട്ട് നടന്നാൽ നമ്മൾ ദൂരം നടന്ന് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവും. അപ്പൊ എന്റെ കൂടെ പണ്ട് ലിജിതേച്ചൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആളുടെ കൂടെ ഇപ്പൊ ഞങ്ങൾ നടക്കാൻ പോണത്. അപ്പൊ പണ്ട് എന്റെ കൂടെ ലിജിതേച്ചി വൈകുന്നേരമൊക്കെ നടക്കാൻ വരുമ്പോ നല്ല രസമാണ്. ആള് തമിഴാണ് സംസാരിക്കുക കൂടുതൽ, എന്നാലും മലയാളം ആൾക്ക് മനസ്സിലാവും കേട്ടോ. മലയാളമൊക്കെ ഒരുവിധമൊക്കെ അറിയാം. അപ്പൊ ഇവിടെയാണ് ഞാൻ പണ്ട് താമസിച്ചിരുന്ന റൂമാണിത്. അതിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. കുറച്ച് നല്ല പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു മോർണിംഗ് വാക്കിന് പോവാം. ஐயா அக்கா காயில கை போட்டுருச்சு. அப்புறம் நாய் உனிதான் கடிக்க போகுது. இந்த போட்டு சோட்டா வீடு നമുക്ക് ഡിമാർട്ട് പോവാം ഒരു 10 മണിക്ക്. 10 മണി 9 മണി ഇപ്പോഴെ തന്നെ ഇവരൊക്കെ ഒരുങ്ങി വരുമ്പോ കുളിക്കണം, യാത്രയാണ്. பின்னாடியே வந்துட்டு സ്ഥലം മാറിയിട്ടൊന്നുമില്ല, പക്ഷെ വീടുകൾ വന്നു വേറെ. നമ്മുടെ ഗവൺമെന്റിന്റെ പണി. രാജു വലിയ നായകരുണ്ട്. അമ്മൂസ് ഓടി ഓടി അവിടെ എത്തിയാ അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടത് ഞങ്ങൾ തമ്മിൽ ഓടിച്ചാടി കളിച്ചതല്ല, നേരെ ഞങ്ങളെ ഓടിപ്പിച്ചത് കുറെ പട്ടികൾ. കാരണം ഞങ്ങളുടെ കൂടെ വന്ന പട്ടികൾ നല്ല പട്ടികളാണ്. നമ്മുടെ കൂടെ എപ്പോഴൊക്കെയാണെങ്കിലും വരും അവറ്റങ്ങള്. പക്ഷെ ഇവർക്ക് ഒരു ശത്രുപക്ഷം ഉണ്ട് ഇവിടെ. അവര് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി കൊരയും ബഹളമായാണ്. അപ്പൊ അവര് തമ്മിൽ ഒന്ന് കൊളാബ് ചെയ്തതാണ്. അപ്പൊ അത് കണ്ടപ്പോ ഞങ്ങൾക്ക് പേടി, കാരണം പിള്ളേരുകളൊക്കെ ഉള്ളത്. അപ്പൊ പിന്നാലെ ഓടിയോന്ന് ഒരെണ്ണത്തിന്റെ പല്ലങ്ങോട്ട് കൊണ്ടാൽ മതി, പിന്നെ ആശുപത്രിക്ക് പോകാനേ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഓടിയതാ, അല്ലാണ്ട് പേടിച്ചിട്ടൊന്നല്ല കേട്ടാ. ഇതാണ് ഇവിടുത്തെ വെല്ലീശൻ കുറേ വർഷങ്ങളായിട്ട് നടക്കാനൊന്നും പറ്റില്ല. ആള് ഫുൾ ടൈം ഇരിക്കാനൊക്കെ പറ്റും, നടക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, ഇലക്ട്രോണിക്സിന്റെ ഓട്ടോമാറ്റിക് ആണ്. അതൊരു 2-3 വർഷമായി തോന്നുന്നുണ്ട്.
അപ്പോൾ അതേ പിന്നെ ആൾ പുറത്തേക്കൊക്കെ ഇതിൽ പോവും, എവിടേക്ക് വേണമെങ്കിലും പോയിട്ടാണെങ്കിലും തിരിച്ചൊക്കെ വരും, ഫ്രണ്ട്സിനൊക്കെ കാണാൻ പോവും. ഇപ്പോൾ അമ്പലത്തേക്കാണ് പോയത്. അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാലത്തെ ഫുഡാണ് കഴിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് പ്രാതൽ എന്ന് പറയും. ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു, ചപ്പാത്തി പുട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നല്ല അടിയാണ് അടിക്കുന്നത്. ഇവിടെ റൂമുകൾക്കായാലും വീടുകൾക്കായാലും തമിഴ്നാട്ടിലും കേരളത്തിലും വളരെ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് മാത്രം തോന്നിയ വ്യത്യാസമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് വീടുകൾക്കൊക്കെ ഒരു പ്രത്യേക വ്യത്യാസമാണ് തോന്നിയിട്ടുള്ളത്. അത് നമുക്കിവിടെ വരുമ്പോഴേ, നമുക്ക് ഈ നാട്ടിലെത്തുമ്പോഴേ നമുക്കത് ഫീൽ ചെയ്യും തമിഴ്നാട് എത്തിയെന്ന്. പല സ്ഥലങ്ങളായാലും ഇപ്പൊ അവിടുത്തെ വണ്ടികളായാലും നോക്കിയാൽ നമുക്കറിയാം, സ്കൂട്ടറുകളൊക്കെ പണ്ടത്തെ മോഡലുള്ള സ്കൂട്ടറുകളൊക്കെ കാണുമ്പോഴേ നമുക്ക് തമിഴ്നാട്ടിൽ എത്തി എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പൊ ഇവിടെ വല്യമ്മമാരൊക്കെ ഈ നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിരുന്നു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ഒരു മിസ് ചെയ്യുന്നത് തന്നെ ചക്ക മാങ്ങ ഒക്കെയാണ്. അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചക്കയൊക്കെ റെഡി ആക്കിയിട്ട് അത് വെട്ടി മുറുക്കി ഉപ്പേരി ഉണ്ടാക്കുക, പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ നല്ലോണം സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുള്ള തത്രപ്പാടിലാണ് വലിയമ്മമാരൊക്കെ. അവർ ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ജസ്റ്റ് വീഡിയോസ് ഒക്കെ എടുക്കുക. കാരണം എനിക്ക് ഇവിടെ വന്ന ഒരു വലിയ പണിയൊന്നുമില്ല. കാരണം പണികളൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ പിള്ളേർ സെറ്റുകളൊക്കെ വന്നപ്പോഴൊക്കെ മിണ്ടാട്ടം മുട്ടി ഫോണിലൊക്കെ പരസ്പരം നോക്കാണ്ടും കാണാണ്ടൊക്കെ ഇരിക്കുന്ന പിള്ളേരുകൾ ഇപ്പോൾ ഭാഷകളെ പ്രശ്നമല്ല എന്ന് കരുതിക്കൊണ്ട് ഒരുമിച്ച് കളിക്കാണ്. കാരണം ഇവർക്ക് തമ്മിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാവില്ല. ഒരാൾ തമിഴാണ് സംസാരിക്കുക, ഒരാൾ മലയാളമാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടുപോയി, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവസാനമായപ്പോ രണ്ടു കൂട്ടരും നല്ല കളിയൊക്കെ ആയി. കാരണം പിള്ളേർക്ക് കളിക്കാനും ചിരിക്കാനും ഭാഷകളുടെ ആവശ്യമില്ല എന്ന് ഇപ്പോൾ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറയുന്നുണ്ട് അത് അവൾക്ക് മനസ്സിലാവണുണ്ട്, ഇങ്ങോട്ടും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവർ ചെയ്യണത്. പക്ഷെ എനിക്കറിയാം ഇവർക്ക് രണ്ടാൾക്കും തമ്മിൽ ഒന്നും മനസ്സിലാവണില്ല. അപ്പൊ ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ ഒരു മാളിലേക്കാണ്. അപ്പൊ മാളിന്റെ ഉള്ളില് കടന്നപ്പോ ഒരുപാട് നമ്മുടെ കേരളത്തിലത്തെ അവിടെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല, കടകൾക്കൊന്നും വ്യത്യാസമില്ല. അതേമാതിരി തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ പിള്ളേർക്കാണ് മെയിൻ. അപ്പൊ പിള്ളേർക്ക് എന്തായാലും കുറച്ച് എന്താ പറയാ കുറിക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വെല്ലിക്കാട്ടി ഷോപ്പിങ്ങിനല്ല വന്നിരിക്കുന്നത്, ജസ്റ്റ് എന്തെങ്കിലും ചിപ്സും മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങാൻ എന്ന പ്ലാനിങ്ങിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഡ്രസ്സുകൾക്കും ചുരിദാറുകൾക്ക് പാൻസുകൾക്കൊക്കെ നല്ല വില കുറവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതിന്റെ അനൗൺസ്മെന്റ് ഇവിടുത്തെ കേട്ടത് കുറച്ച് വൈകിപ്പോയി. ഞാൻ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഫോണൊന്നും ഉപയോഗിക്കാനേ പാടില്ല എന്ന്. വീഡിയോ കോൾ ചെയ്ത് ആർക്കെങ്കിലും ഒക്കെ കാണിച്ചു കൊടുത്ത് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് അവരോട് സംസാരിക്കാം. അല്ലാത്ത പക്ഷം ഇവിടുത്തെ സംഭവങ്ങൾ വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ പാടില്ല. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതിനു മുമ്പ് എടുത്തതാണ് ഞാൻ ഈ ഒരു കാണുന്നതൊക്കെ. ഫോൺ പിടിച്ച് എന്തൊക്കെയോ കാണിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. പക്ഷെ ഇവിടെ അനൗൺസ് ചെയ്യണ്ടായിരുന്നു തമിഴില്. പക്ഷെ എനിക്കത് മനസ്സിലായില്ല എന്നാണ് സത്യം. അപ്പൊ ഇവിടെ നിൽക്കണ ചേച്ചിമാര് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫോണിൽ വീഡിയോ കോൾ ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കലും കാര്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷെ ഇവിടെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അനുവാദമില്ല. നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. അവിടുത്തെ ഷോപ്പുകൾ ഞാൻ ആടി തിമിർത്താണ്. ഇപ്പൊ മാക്സിലായാലും എവിടെ പോയാലും ഫോട്ടോസുകളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് പണി കിട്ടിയത്. ഇവിടെ ഫോണേ ഉപയോഗിക്കാൻ പാടില്ല. 600 700 വരും. അപ്പോ ഞങ്ങൾ തിരിച്ച് കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇന്ന സ്ഥലത്തേക്ക് അവിടേക്ക് ഓടിക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പറച്ചിലായിട്ട് ഇങ്ങനെ ഇരിക്കലുണ്ടായുള്ളൂ. കാരണം ഞാൻ അതേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. കാരണം ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടേക്ക് പോവാന്നൊക്കെ പ്ലാനിങ് ചെയ്യുക, അല്ലാണ്ട് പൂവലുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ആദ്യോഗിക അവിടേക്കൊക്കെ പോകുമ്പോ വൈകുന്നേരം സമയം പോയപ്പോ ഞങ്ങൾക്ക് മഴ, ഇവിടെ തന്നെ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ എന്തായാലും പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്നു മനസ്സിലായി. അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവില്ല മഴ കാരണം. വെറുതെ പോയി തൊഴാലും കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പൊ എന്തായാലും പിന്നെ ഒരിക്കലും പോവാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങള് പല സ്ഥലങ്ങളിലേക്കും പോവാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇരുന്ന് സംസാരം എന്ന് പറയുന്നത് നമുക്ക് സംസാരിച്ചാൽ തീരില്ല.
അധികം ഇങ്ങനെ സംസാരിച്ചിരുന്ന് ടൈം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ട് എവിടേക്കും പോവാനൊന്നും പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. ഇവിടെ വന്ന എല്ലാവരെയും കണ്ടതിലും സംസാരിച്ചതിലും ആ മൊമെന്റ്സ് സ്പെൻഡ് ചെയ്തതിലും ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ യാത്ര. അപ്പൊ ഒരുപാട് കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെന്താ, കുറെ തിരക്കുകളൊക്കെ മാറ്റി ഒരു കുറച്ചു നേരം കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ, ചിരിക്കാനും, പിന്നെ ഒരുപാട് നാളായി എല്ലാവരെയും കണ്ടിട്ട് അവരായിട്ട് ചിരിക്കാനും സംസാരിക്കാനും സാധിച്ചു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ലെങ്കിലും അതിന് പറ്റി. പിന്നെ നമ്മുടെ കുട്ടികളായാലും അവര് വളർന്നു വരാം, അവർ പരസ്പരം നമുക്ക് വരും തലമുറകൾ പരസ്പരം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇന്ന ആൾക്കാരും നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് അവരുടെ ലോകം. അത് മാറി ചിന്തിക്കേണ്ട ഒരു കാലമായി. അവർക്കും അവരുടെ തലമുറയെ പരസ്പരം പരിചയപ്പെടുത്തി നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം. അപ്പൊ നമ്മളിങ്ങനെ കുറെ ദൂരത്തുള്ള കുടുംബങ്ങളായിട്ട് ഒരു ബന്ധം ഇല്ലാണ്ട് പോയാൽ നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ ആ ഒരു ബന്ധമേ അങ്ങോട്ട് പോവും. അതിന് നമ്മൾ ഇടവരുത്തരുത്. എപ്പോഴെങ്കിലൊക്കെ അവരായിട്ട് പരിചയപ്പെടുത്തിയിട്ടൊക്കെ നമുക്ക് അവരായിട്ടൊരു മൊമെന്റ്സ് ഒക്കെ പങ്കുവെക്കണം. ഞാൻ തിരികെ നാട്ടിലേക്ക് വണ്ടിയില് കയറി ഇങ്ങനെ പോയി, ഇങ്ങനെ ഈ ഒരു കാറിന്റെ ഇതിൽ കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കുറെ ഇങ്ങനെ ആലോചിച്ചു. നമ്മൾ യാത്രകൾ ചെയ്യുന്നത് കുറെ സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല, പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ കൂടിയാണെന്ന് എനിക്ക് ഈ ഒരു യാത്രയോട് മനസ്സിലായി. കാരണം നമ്മൾ കുറെ സ്ഥലങ്ങളും കാര്യങ്ങളും കണ്ടു, അതൊരു സന്തോഷം, ഓക്കെ. പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ ഒരു നോക്ക് കാണാനും അവരായിട്ട് സംസാരിക്കാനും അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഏറ്റവും നല്ല മൊമെന്റ്സുകൾ. ഒരുപാട് നല്ല ഓർമ്മകൾ മനസ്സിൽ നിറച്ചാണ് ഞാൻ കോയമ്പത്തൂരിനോട് വിട പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പൊ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് എനിക്ക് നൽകാനും മറക്കരുത്. അപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ അടുത്ത ലോങ് വീഡിയോ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.